ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 17ാമത്തെ നോമ്പാണ്. അപ്പോൾ രാവിലെ മോൾക്ക് പഠിത്തമുണ്ട്, മോള് സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ട് ഇറങ്ങി. അപ്പോൾ ഇതാ നോമ്പായതുകൊണ്ട് ഹംദാടെ കൂടാണ് പോകുന്നത്. അപ്പോൾ അവർ സ്കൂട്ടിയിൽ വന്നിട്ടുണ്ട്, അവരുടെ കൂടാണ് മറൂസും പോകുന്നത്. പിന്നെ ഇന്ന് റംസൂന് എക്സാമും പഠിത്തമൊന്നും ഇല്ല. റൈഹുമോ എന്താ പോകാനായിട്ട് റെഡി ആയിട്ട് ഇന്ന് എക്സാമാണ്. വൈകിട്ടായപ്പോഴത്തേക്ക് നാത്തൂനും മക്കളും ഇക്കാടെ പെങ്ങളും മക്കളും വന്നായിരുന്നു. അവർ സൗദിയിൽ പോവാണ് ഇന്ന്. അങ്ങനെ അവരോടും യാത്രയൊക്കെ പറഞ്ഞു. നാത്തൂനും ഉണ്ട് കേട്ടോ യൂട്യൂബ് ചാനൽ, ഹിബൂസ് ഐലൻഡ് എന്നാണ് പേര്. ഞാൻ ചാനലൊന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പറ്റുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു സ്നാക്ക് തയ്യാറാക്കിയായിരുന്നു, വൻ ഫ്ലോപ്പായിരുന്നു. മുട്ട വെച്ചിട്ടൊക്കെയാണ് തയ്യാറാക്കിയത്, പക്ഷേ പൊരിച്ചപ്പോൾ തന്നെ വല്ലാത്തൊരു മുട്ടയുടെ ഒരു മണമൊക്കെ ആയിരുന്നു. ലാസ്റ്റ് ഞാനതെടുത്ത് കളയേണ്ടി വന്നു. പിന്നെ ഒരട്ടിക്ക് മാവ് ഇതേപോലെ കുഴച്ച് വെച്ചിട്ട് കൈ കൊണ്ട് മൊത്തത്തിൽ കുഴയ്ക്കാനൊന്നും നിന്നില്ല. ഓരോ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് പരത്തി നമ്മുടെ പ്രസ്സിൽ വെച്ച് പരത്തി അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം ഞാൻ 3 പാൻ വെച്ചിട്ട് ഒരുമിച്ച് തന്നെ ചുട്ട് എടുത്തങ്ങ് മാറ്റി വെച്ചു. ഇന്നത്തെ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് 3 റോബസ്റ്റ പഴം ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കട്ടിയാക്കാൻ വെച്ച പാലാണ് കേട്ടോ, ഫുള്ള് കട്ടിയായിട്ടില്ല. അപ്പോൾ ആ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ജ്യൂസാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ പൊരിപ്പ് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഉള്ളിവടയും സമോസയും പുറത്തുനിന്ന് വാങ്ങിച്ച്, പിന്നെ എന്നത്തെയും പോലെ തന്നെ ഇന്ന് ഉമ്മയുടെയും വാപ്പുമ്മയുടെയും പങ്കാണ്. ഉമ്മയൊക്കെ ഇന്നും കൂടെ ഉള്ളൂ. ഉമ്മ ഇന്ന് രാത്രിയാകുമ്പോൾ ഉമ്മറയ്ക്ക് പോവാണ്. അപ്പോൾ ഇന്നും കൂടെ ഉള്ളൂ ഉമ്മയുടെ പങ്ക്. പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ ഉമ്മി തിരിച്ചു വരത്തുള്ളൂ.